ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയുടെ സ്വാഗതം. നമ്മൾ എല്ലാവരുടെ അഭ്യർത്ഥന പ്രകാരം എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ചിൻ്റെയും വെല്ലിൻ്റെയും പല്ലിൽ കമ്പി ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ കമ്പി ഇടാനായിട്ട് പോവുകയാണ്. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുമ്പം എല്ലാവരും കമൻറ്റ് വിടുന്നത് ആ മേഡം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ മേഡത്തിൻ്റെ മോനാണ് സൂരജ് സാർ എന്നാണ് പേര്. ഡോക്ടർ അവിടെ ദന്തക്കോളജിസ്റ്റാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണേലും ഒത്തിരി സന്തോഷം. അങ്ങനെ അവിടെ ചെന്നു കൊച്ചുങ്ങളെ പല്ലൊക്കെ ക്ലീൻ ചെയ്തു വിട്ടിട്ടുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ ബാൻഡ് ഇടാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത വിശേഷം കാണാം. ഇനി വല്ല റിസ്ക് എടുക്കണ്ട. ഈ വീട് നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഇത് ഏത് സിനിമയാട്ടാ ഇത് ഇവിടെ ചെയ്തേക്കുന്നത്? ഇത് പഞ്ചാബി ഹൗസിൽ ദിലീപിന്റെ വീട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചക്കാടൻ മത്തയ്യാൻ സൺസ്, അങ്ങനെയുള്ള കുറെ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചാബ് ഹൗസിലൊക്കെ ദിലീപിന്റെ പൈസ ചോദിക്കാൻ വരുന്നത് ദിലീപിന്റെ വീട് കാണിക്കണം. അതെ, അതാണ് കേട്ടത്. ആരും കണ്ടില്ല കേട്ടില്ലെന്ന് പറയുന്നു. ഈ വീട്ടിലാണ് നമ്മുടെ പഞ്ചാബ് ഹൗസ് ദിലീപിന് കൊച്ചി ഹനീഫ സാറും ഉണ്ട് പൈസ കൊടുക്കാത്ത ഇവർ കളയുന്ന വീട്. ഇവിടെ കിടന്നാണ് സോനാരേ സോനാരേ സ്വർണ്ണ നിലാവ് ആ പാട്ട്, ആ സീൻ മൊത്തം ഈ വീടാണ്. ആ ലാസ്റ്റ് കാണിക്കുന്ന ആ ഡാൻസ് കാര്യങ്ങളെല്ലാം ഈ വീടാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൊച്ചിന് പല്ല് കമ്പി ഇടാൻ പോയ സമയത്താണ് ഞാൻ ഇതെല്ലാം കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരണമെന്ന് വെച്ചു. അതാണ് ഞാൻ നല്ലതായിട്ട് വീഡിയോ എടുത്തേക്കുന്നത്. ഈ പള്ളിക്കും ഉണ്ട് കേട്ടോ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറയാൻ. ഈ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ എഴുപുന്നയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് തരകന്മാരുടെയൊക്കെ പള്ളിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം പറയുകയാണെങ്കിൽ. ഈ പള്ളി എന്ന് പറഞ്ഞാൽ 100 വർഷത്തിന് മേളിൽ പഴക്കമുള്ളൊരു പള്ളിയാണ്. ഈ പള്ളിയുടെ അകത്ത് പുരാവസ്തുക്കളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പള്ളി തന്നെ ഇപ്പോൾ പുരാവസ്തു ഗവേഷകർ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ നേരെ കാണുന്ന പള്ളിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇപ്പറ കാണുന്ന ചെറിയൊരു പള്ളിയിലാണ് ഇപ്പോൾ തൽക്കാലം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. ഇതിപ്പോ 100 വർഷത്തിന് മേലെ ഒരു 100 വർഷത്തിന്റെ അടുത്ത് വഴക്കമുണ്ട് ഈ പള്ളി. അതാണ് ഇപ്പൊ ഒരവസ്ഥ ഏറ്റെടുത്തേക്ക്. ഇതിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അടച്ചിട്ടേക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് റാഫേൽ മാലാഖ എന്ന് പറയുന്നത്. ഇതിൽ ആ രൂപക്കൂടുണ്ട്. അപ്പൊ ഈ പള്ളിയിൽ ഇപ്പൊ നമുക്ക് കുർബാന കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അടച്ചിട്ടേക്കുന്നത്. അതിന്റെ ഒരു പലക ഇളകിയത് കാരണം, സുരക്ഷയുടെ പ്രശ്നം കാരണം ഇപ്പൊ ആളുകളെ കയറ്റണില്ല. അപ്പൊ അതിന് പകരം ഇപ്പൊ കുർബാന കിടക്കുന്നത് ഇപ്പോഴത്തെ താൽക്കാലിക പള്ളിയാണ്. ഇവിടെ പള്ളി വെക്കാനുള്ള സ്ഥലമാണ് ഈ ഇട്ടേക്കണത്. ഈ കാണുന്നത് പള്ളി കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ റാഫേൽ മാലാഖ. റാഫേൽ മാലാഖയുടെ പേരിലുണ്ടാകുന്ന ഈ പള്ളി. അകത്തോട്ട് കയറുന്നതിന് കുഴപ്പമുണ്ടോ? അമ്പയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതിലാണ് ഇവരൊക്കെ വേണ്ട സ്ഥലം സ്പോൺസർ ചെയ്തത്. പിന്നെ ഇത് നമ്മുടെ ഇടവകയിൽപ്പെട്ട സാധാരണക്കാർ കഴിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇത് നേരത്തെ ഇവിടെ മൊത്തം മണ്ണായിട്ട് ഇങ്ങനെ കുളിച്ചിട്ടായിരുന്നു അടക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് കല്ലാക്കി തിരിച്ചിട്ടുണ്ട്. ഇത് സ്ലാബാണ് ഇട്ടേക്കുന്നത്. ഈ സ്ലാബ് പൊക്കിയിട്ടാണ് നമ്മൾ ഡെഡ് ബോഡി അതിനകത്ത് പോയിട്ട്. പിന്നെ ശ്രീനാരായണപുരത്തപ്പൻ ആവശ്യമാണ്. പിന്നെ ഇവിടെ നിന്ന് അവിടെ പോകുമ്പോൾ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അത് ഇവര് 3 പേരാണ് എഴുപതിനുടെ ഒരു പുസ്തകം തന്നെ ഉണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ അറിയാം. സ്കൂൾ ഇവിടെ 1 മുതൽ 10 വരെ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്നത് +2 ആഡ് ചെയ്തു. പിന്നെ ഇംഗ്ലീഷ് മീഡിയം അവിടെ എഴുതിയിട്ടുണ്ട്. പഴയത് മാറ്റി ഇതിലോട്ടായി. ഇതാണ് ഇതിന്റെ +2 കെട്ടിടം. ഇതിന്റെ +2 കെട്ടിടമാണ് ഈ കാണുന്നത്. +1 +2. ഇവിടെയും നമ്മുടെ റാഫേൽ മാലാഖ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ ഗ്രൗണ്ടിൽ ഇത്രയും വലിയ ഗ്രൗണ്ട് ഏതെങ്കിലും സ്കൂൾ ഇവിടെ ഷട്ടിൽ കോർട്ട് 2 ഉണ്ട്.
പിന്നെ വോളിബോൾ കളിക്കാനുള്ളത്, ഫുട്ബോൾ കളിക്കാനുള്ളത്, പിന്നെ സ്പോർട്സിന് പിള്ളേർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട്, ചാടി പഠിക്കാനായിട്ട്, ലോങ് ജമ്പൊക്കെ ചാടി പഠിക്കാനായിട്ടുള്ള സ്പേസ്, പിന്നെ എത്ര സാധനങ്ങളുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അപ്രത്യക്ഷമായിട്ട് ഇത് നമ്മുടെ എരമല്ലൂർ വെച്ച് നമ്മൾ ചേച്ചിയെ കണ്ടു. ഇവിടെ എല്ലാവർക്കും മനസ്സിലായി കാണും, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. എൻ്റെ കെട്ടിയവനൊക്കെ അറിയാൻ പറ്റി. കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അത് കഴിഞ്ഞ് എന്നോട് വന്ന് ഇങ്ങോട്ട് സംസാരിച്ച് ശ്രുതി എല്ലാം ചോദിച്ച് സംസാരിച്ച് ഇന്ന ആളത് പറഞ്ഞാണ് കത്തിയത്. ഞാൻ എവിടെ നിന്ന് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒത്തിരി സോറി കേട്ടോ, ഒത്തിരി സോറി. കാരണം ഞാൻ അറിയില്ലെന്ന് പറഞ്ഞില്ലേ. അത് എന്താ എടുക്കുന്ന കണ്ടില്ലേ, ഇങ്ങനെ പെട്ടെന്ന് നോക്കി. പക്ഷെ ഞാൻ പെട്ടെന്ന് അധികം ശ്രദ്ധിച്ചില്ല, കത്തിയില്ല. അപ്പൊ അവര് എന്നോട് പോയി കഴിഞ്ഞപ്പോഴാണ് പറയണത് ഇന്ന ആളാണ് ഇരുന്നേച്ചത്. അപ്പൊ ഇപ്പൊ ഞാൻ ഇവരെ കൂപ്പൺ തരാൻ വിളിച്ചെന്നെ കണക്കാര്. അപ്പൊ ഞാനത് മേടിക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് നോക്കിയപ്പോഴേ ഞാനൊക്കെ കട്ട ഫാനായി ചേച്ചിയുടെ. അതിന്റെ ഫോണല്ല ഞാൻ അവിടെ തകർക്കണല്ലേ. എനിക്കെന്താ മനസ്സിലാകാതെ പോയി. അതാണ് എന്നോട് എല്ലാരും ഒന്ന് പറയാനുണ്ട് അവിടെ അടുത്താണ് ഞാനിവിടെ താമസിക്കുന്നത്. ഞങ്ങളുടെ വീടിന്റെ അടുത്താണെന്ന് പറഞ്ഞു. എന്നോട് കുറെ ആൾക്കാർ ഇന്നാള് ആരാണ്ട് പറഞ്ഞല്ലേ ഭാവിച്ച് ഇവിടെ അടുത്ത് നിങ്ങൾ അറിയില്ലേ ആശങ്കരോ. അയ്യോ ഞാൻ എനിക്ക് പിന്നെ ചെയ്യാനാണ്. ഈ ചേച്ചിയെ മനസ്സിലായി. നമ്മുടെ ആക്ഷൻ ഹീറോ ബീച്ചിലെ സ്റ്റേഷനിലോട്ട് പരാതി കൊടുക്കാൻ പറ്റുന്ന 2 ചേച്ചിമാരിൽ ഒരു ആളാണ് ഇത് കേട്ടോ. എൻ്റെ പൊന്നു സാർ, എൻ്റെ കെട്ടിയും പോയി കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് കുളിക്കണം. എവിടെ പോണു? ഹലോ ഗൈസ്, ഇപ്പൊ ഞങ്ങള് സ്കൂളിലെ പരിപാടിക്ക് പോയാണ്. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളെല്ലാരും നോക്കിയിട്ട് കമന്റ് ചെയ്യണം. അങ്ങനെ മേക്കോറാണ് കേട്ടോ. ഞാനൊക്കെ നേരത്തെ ഇരുന്നിട്ട് ഒരുങ്ങി, അതുകൊണ്ടാണ് ഒരുങ്ങണം ഒന്നും കാണിക്കാൻ പറ്റാൻ. എവിടെ പോവാ? ഞാൻ എന്റെ സ്കൂളിൽ എന്റെ പരിപാടിക്ക് പോകണം. രണ്ടുപേർക്കും ഒരു ദിവസം കേട്ടോ ഓണാഘോഷ പരിപാടി. ഞാൻ എന്റെ സ്കൂളിൽ ഓണാഘോഷത്തിന് ഒരുങ്ങി കഴിയുമ്പോഴുള്ള മേക്കോറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. എന്റെ മുല്ലപ്പൂ കണ്ടോ എല്ലാരും? എന്താ ഒരുങ്ങിയിട്ട് കൂടി എന്റെ മുടി കെട്ടണം. ഞാൻ മുടി കെട്ടിയിട്ട് ഞാൻ എന്റെ ലാസ്റ്റ് ഇത് കാണിക്കാം, ലുക്ക് കാണിക്കാം. ഞങ്ങൾ ഒരുങ്ങി കേട്ടോ. ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്? എല്ലാവരും കമന്റ് ചെയ്യാൻ കേട്ടോ. ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ ഇട്ടു കേട്ടോ. വേറെ ഡിസൈൻ ഉണ്ടോ? ഇവൾക്ക് താമര വരൊക്കെ അറിഞ്ഞുകൂടാ. ഞാൻ വരച്ച്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവണില്ല താമര തന്നെയാണ്. താമരയുടെ അത്ര കാക്ക പറന്നു പോകുന്നു. ഡിസൈൻ കാണിച്ചേ. കാക്ക പറഞ്ഞോളൂ, അത് കയ്യിലറിയാതെ പറ്റിയത്. ശരിക്കും താമരപ്പൂവിന്റെ ഡിസൈൻ കണ്ട് കാക്ക പറന്ന് കരഞ്ഞോണ്ട് പോകുന്ന ഡിസൈൻ ആട്ടത് ഇന്ത്യ. ഇത് പിന്നെ എന്താന്ന് പോലെ ഇരിക്കുക. ഞാൻ വെറുതെ കുത്തിട്ട് പച്ചുകൊണ്ട് വരച്ചതാണ്. നല്ലതാണ്. പക്ഷെ വീഡിയോയിൽ ഈ ഡ്രസ്സിനൊരു ചുമപ്പ് കളറാ. ചുവപ്പ് ഇതിന് റാണി പിങ്ക് കളറാണ്. ഇതിന് റാണിപ്പും കാണും, പക്ഷെ ഇതില് ഒരു ചുമപ്പാ വരുന്നത്. ഗായ്സ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതിന് റാണി പിങ്ക് കളറാണ് കേട്ടോ. ഞങ്ങള് സ്കൂളിൽ പോയി അടിച്ചു പൊളിച്ചിട്ട് വരും. പിന്നെ ഞങ്ങൾക്ക് ഈ ഉടുപ്പ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഞങ്ങളെ ഒരു ആന്റി എടുത്ത് പേര് പറയാൻ പറ്റൂല, പുള്ളിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പേര് പറയാത്തത്. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ആന്റി. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ആന്റി. എന്തുണ്ടായാലും വിളിച്ച് ചോദിച്ചറിഞ്ഞ് ചെയ്യും അല്ലേ? നമ്മള് മുഖത്ത് കണ്ടുപിടിക്കുക എന്തോ വിഷമം ഉണ്ടല്ലോ എന്ന്. അങ്ങനത്തെ ഒരു ആന്റിയാണ് ഞങ്ങൾ. സെറ്റല്ലേ? അടിപൊളിയാണല്ലോ. സന്തോഷമായില്ലേ? എങ്ങനെ ഉണ്ടെന്ന് തലമുടിയാകുന്ന തിരിഞ്ഞ് കാണിക്ക്. മുല്ലപ്പൂ വെച്ചേക്കും. ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ധാവണിയൊന്നും എടുത്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഉടുക്കണത്. അതിന്റെ ഒരു എന്താ പറയാ, ഒരു ഇതുണ്ട്. ഞങ്ങൾ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഇപ്പൊ കിട്ടിയില്ല. ഇപ്പൊ എല്ലാം കിട്ടണുണ്ട്. അതുകൊണ്ട് നല്ല സന്തോഷം.